എന്തോരം കോഴികളാ ഇവിടെ. ഇതെല്ലാം എന്റെ വല്യപ്പാന്റെ ഫേവറേറ്റ് കോഴികളാ. ഈ കോഴികൾക്കൊക്കെ ഒരു പേരുണ്ടല്ലോ. കോഴികൾക്കും പേരുണ്ടോ? എന്റെ പാറക്കുട്ടി, ഇത് സുബുമോനെ, ഇത് കുൽസുമ്മ, ഇത് സുലുമോള്, ഇത് ജെമിമോള്, എല്ലാവർക്കും പേരുണ്ട്. എല്ലാവർക്കും നല്ല അടിപൊളി പേരാണല്ലോ കദീസുമ്മ ഇട്ടേച്ചിരിക്കുന്നേ. അല്ലെങ്കിൽ കദീസുമ്മ സൂപ്പർ അല്ലേ? പാറക്കുട്ടി, നിനക്ക് എത്ര കോഴിമുട്ട വേണ്ടേ? 20 കോഴിമുട്ട വേണമെന്നല്ലേ അമ്മ പറഞ്ഞു ചേച്ചി? ആ അമ്മി, 20 കോഴിമുട്ട. എന്നാ ഇവിടെ നിക്കി, ഞാൻ മോളിൽ പോയിട്ട് എടുത്തുതരാം. വല്യമ്മ അവിടെ എടുത്തു വെച്ചിട്ടേ. മോളില് കോഴിയുണ്ടോ? ഇല്ല, ഇവിടെ കോഴിയില്ല. ഇവിടെ പശുവിന്റെ വൈക്കോലും കോഴിന്റെ തീറ്റക്ക് വെക്കാനുള്ള സ്ഥലാ. എടി ആമേ, ജോലിക്കുള്ള കോഴിമുട്ട എടുത്തു കൊടുത്താ? ഇല്ല വല്യമ്മ, എടുത്തു കൊടുക്കാണേ. അല്ല പാറക്കുട്ടിയെ, അനക്ക് എത്ര കോഴിമുട്ട വേണ്ട? 20 കോഴിമുട്ട കദീസുമ്മ. എടി ആമിക്കുട്ടി, കോഴിമുട്ട എടുക്കുമ്പോഴേ വലുത് നോക്കി എടുത്തളാ. പിന്നെ 20 കോഴിമുട്ട എടുക്കണ്ട, ഒരു 10 കൂട്ടി എടുത്തളാ. 30 ആയിക്കോട്ടെ. അയ്യോ, 30 കോഴിമുട്ട വേണ്ട കദീസുമ്മ. 20 കോഴിമുട്ട വാങ്ങാനുള്ള കാശ് ഞങ്ങളുടെ കയ്യിൽ അമ്മ തന്നിട്ടുള്ളൂ. ഇതൊന്നും ഉണ്ടായിരുന്നവളെ, ആ പൈസ എന്റെ കയ്യിലോട് വെച്ചളാ. അങ്ങനെ ഒരു പൈസ കണക്കുള്ള ബന്ധല്ലേ ഞാനും നീരും തമ്മിലേ. കദീസുമ്മ, ഞാൻ മോൾക്ക് കയറിക്കോട്ടെ കോഴിമുട്ട എടുക്കാന്? ഓ, അതിനെന്താ പാറക്കുട്ടി, ഇത് ധൈര്യമായിട്ട് കയറിക്കൂട്. എന്നാ ഞാനും കയറട്ടെ കദീസുമ്മ? ഇജും കേറിക്കണ്ട പെണ്ണേ. ബിയാതെ കയറാൻ നോക്കി രണ്ടാളും. പാറക്കുട്ടി, കോഴിമുട്ട എടുക്കൽ കഴിഞ്ഞു. നിങ്ങൾ രണ്ടാളും ഇറങ്ങിക്കോ. സൂക്ഷിച്ചിറങ്ങന്റെ കുട്ടിയോളെ. പതുക്കാമിക്കുട്ടി, അല്ലെങ്കിൽ കോഴിമുട്ട താഴെ വീഴും. അങ്ങനെ നമ്മൾ വീഴൂലെന്റെ ശിവമോളെ, അതൊക്കെ ഓൾക്ക് പരിചയായില്ലേ. ശിവേച്ചി കോഴിമുട്ട. അപ്പൊ കോഴിമുട്ടനെ കിട്ടിയില്ലേ, നമുക്ക് കുടിക്ക് പോയാലോ കുട്ടിയോളെ? ശരി കദീസുമ്മ. എന്നാ ബരി മക്കളെ. എന്നാ ബായ് സുബുമോനെ, ജെമിമോളെ, കുൽസുമോളെ, സുലുമോളെ, ബായ്. ഇനി കാണാട്ടോ. അപ്പൊ ഇജ്ജ് പേരൊക്കെ പഠിച്ചല്ലോ എന്റെ പാറുകുട്ടിയെ. ഉമ്മച്ചി അടുക്കളയിൽ ഇല്ലാതിരുന്നാ മതിന്ന്. കുറച്ച് സമൂസ കട്ടെടുക്കായിന്ന്. ഇക്ക് കള്ള നോമ്പാന്നറിഞ്ഞാല് ആമയും പാറുക്കുട്ടി അമ്മുക്കുട്ടിക്ക് എന്നെ കളിയാക്കി കൊല്ലും. പിന്നെ സ്കൂളിലും പറഞ്ഞു കൊടുക്കും. ഈ ഇമ്മച്ചിന്റെ നീലമ്മന്റെ വർത്താനല്ലേ കേക്കണ്? അല്ല, എന്റെ വീട് പണിക്ക് എന്തായി സൈന? ഇനി ബാത്റൂമിന്റെ പണിയും കൂടി ഉള്ള നീലോ, ബാക്കിയൊക്കെ കഴിഞ്ഞിക്കണേ. നിക്ക ഗൾഫിൽ നിന്ന് വന്നിട്ട് വേണം നമുക്ക് അടിപൊളി ഒരു കുടിയിരിക്കൽ നടത്താനേ. ശരിയാ, നമ്മളെല്ലാ കൂട്ടുകാരും ഒന്ന് ഒത്തുകൂടിയിട്ട് കൊറേ കാലായില്ലേ. ഇമ്മച്ചി നീലോമി നല്ല സംസാരത്തിലാണ്. ഇത് തന്നെ പറ്റിയ അവസരം. പതുക്കെ പോവാ, കാണാതിരുന്നാ മതിയായിരുന്നു. എന്നിട്ട് ബാന്റെ സമൂസേ. ഇത് ബാഗ് കിടക്കട്ടെ, ഒന്നുകൂടെ എടുക്കാം. കോഴിമുട്ട ഞാൻ പിടിക്കണ പാറക്കുട്ടി? വേണ്ട, ഞാൻ പിടിച്ചോളാം. അമ്മേ അമ്മേ. അയ്യോ, പാറക്കുട്ടി അമ്മുക്കുട്ടിയിലെ വരുന്നേ. വേഗം ഇവിടുന്ന് ഓടാ. അമ്മേ, ഇതാ കോഴിമുട്ട. ഓ രക്ഷപ്പെട്ട്. ആ പാറക്കുട്ടി അമ്മുക്കുട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ കളിയാക്കി കൊന്നേനെ. അയ്യോ, കടയിൽ മുട്ടായും വാങ്ങി സമൂസയും കിട്ടി. ഇനി എവിടെയെങ്കിലും ആരും കാണാതെ പോയി തിന്ന. പാറക്കുട്ടി, ആ ടേബിളിൽ വെച്ചേക്ക്, നമുക്ക് പോകുമ്പോ എടുക്കാം. മോളെ ശിവ, കദീസുമ്മക്ക് കോഴിമുട്ടന്റെ കാശ് കൊടുത്തോ? കദീസുമ്മ കാശ് വേണ്ടാന്ന് പറഞ്ഞു അമ്മ. അയ്യോ, അതെന്താ? അതറിയില്ല, വേണ്ടാന്ന് പറഞ്ഞു. 20 കോഴിമുട്ട മതിയെന്ന് പറഞ്ഞിട്ടും 30 കോഴിമുട്ട വെച്ചിട്ടുണ്ടല്ലേ. ഈ കദീസുമ്മാന്റെ ഒരു കാര്യം, ആ കാശ് ഈ സൈനാന്റെ കയ്യിലോട് കൊടുത്തേക്ക് മോളെ. ഇതേ നീലു നല്ല അടി വെച്ച് തരും കേട്ടോ. നിന്നോട് ആരെങ്കിലും കാശ് ചോദിച്ചോ? ഇനി ഞങ്ങൾക്ക് കാശിന് ആവശ്യമുണ്ടെങ്കിൽ നിന്നോട് ചോദിച്ച് മേടിച്ചോളാം. എന്നാലുണ്ട് സൈന, ആ കാശ് അങ്ങ് മേടിക്ക്. ഒന്ന് പോടി നീലു. സ്വന്തം ഏട്ടത്തി അനിയത്തിമാരെടുത്ത് ആരെയും കാശ് മേടിക്കോ? അതുപോലെ തന്നെയാണ് നീ എനിക്കും. എന്റെ പൊന്ന് സൈന, നീ എന്നെ കരയിപ്പിക്കല്ലേടി. ഇതെവിടെ ലവ് സീനാണോ? അതൊന്നും ഞങ്ങൾക്ക് തമ്മിൽ ലവ് ചെയ്തൂടെ അല്ല സൈന? അതെ അതെ. എന്നാ ഞങ്ങൾ മുറ്റത്ത് കളിക്കാൻ പോട്ടെ അമ്മ? മക്കൾ അവിടെ നിൽക്ക്. സൈനാത്ത നിങ്ങൾക്ക് പത്തിരിയും ചിക്കൻ കറി എടുത്തരാം, അത് കഴിച്ചിട്ട് പോ. വേണ്ട സൈനാത്ത, അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നും കഴിക്കരുത്, ഇവിടെ എല്ലാവർക്കും നോമ്പാണെന്ന്. നീലും അങ്ങനെ പലതും പറയും, അതൊന്നും മക്കൾ കേൾക്കാൻ നിൽക്കണ്ട. മക്കൾ പത്തിരിയും ചിക്കൻ കറി കൂട്ടിക്കോളി. വേണ്ട സൈനാത്ത, ഞങ്ങൾ കളിക്കാൻ പോവാ. പത്തിരി വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങളോട് നിൽക്കി. സൈനാത്ത ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ സാധനം നിങ്ങൾക്ക് തരാം. എന്നാ ഈ സമൂസ നിങ്ങൾ കളിക്കാൻ പോയിക്കോളി. വേണ്ട സൈനാത്ത, ഞങ്ങൾക്ക് സമൂസം വേണ്ട. നീലൂനെ പേടിച്ച് നിങ്ങൾ തിന്നാതിരിക്കണ്ട. സൈനാത്തല്ലേ തരുന്നേ, നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോളി. നീലുമ്മനെ പേടിച്ചിട്ടല്ല സൈനാത്ത, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് സുലൈമാനും ആമിക്കുട്ടി നോമ്പ് നോറ്റ് ഒന്നും തിന്നാതിരിക്കുമ്പോ ഞങ്ങൾക്ക് എങ്ങനെ സമൂസ ഇറങ്ങുക? അതെന്നെ സൈനാത്ത, അവര് പട്ടിണി എടുക്കുമ്പോ ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുക? നിങ്ങളെ കൊണ്ട് തോറ്റലിന്റെ മക്കളെ. നിങ്ങളെ പോലെയുള്ള കൂട്ടുകാരെ കിട്ടാനുമാണ് ഒരു ഭാഗ്യം. സൈനാത്ത, ഞങ്ങൾ കളിക്കാൻ പോവാ. ഇപ്പൊ നല്ല പൊരി വെയിലാണ്, തണലത്ത് ഇരുന്ന് കളിക്കണേ മക്കളെ. ശരി. കൊറേ നേരമായി വന്നിട്ട്, എന്നിട്ട് സുലൈമാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ശരിയാ, എവിടെയെങ്കിലും പോയിട്ട് കുരുത്തക്കേട് ഒപ്പിക്കണ്ടാവും. വാ, നമുക്ക് ആമിന്റെ അടുത്തേക്ക് പോവാ. ആമി എന്തൊരു സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മരത്തിന്റെ ചോട്ട് പോയിട്ട് തിന്ന, അങ്ങോട്ട് ആരും വരൂലല്ലോ. ഇനി ബാഗിൽ നിന്ന് ഒക്കെ എടുത്തിട്ട് സമാധാനായിട്ടൊന്ന് തിന്ന. ഈ അടിപൊളി സമൂസ ഒന്നും കൂടി എടുക്കായിന്ന്.